Hello my dear friends, welcome back to my YouTube channel Friendly Teacher. എൻ്റെ ചാനൽ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സുമായിട്ടാണ്. അതായത് നമ്മുടെ സോളജിയിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്. അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ഒരുപാട് പേര് കമൻ്റായിട്ട് റെക്കമെൻഡ് ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഞാനിപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ വാട്ട് ഈസ് റെസ്പിറേറ്ററി ട്രീ എന്നൊരു ക്വസ്റ്റ്യൻ വരാം. 1 മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കണ്ടാൽ അതിൻ്റെ ആൻസർ എന്ന് പറയുമ്പോൾ ഇതെന്ന് പറയുന്നത് വെറൈറ്റി സ്ട്രക്ചർ ഓഫ് റെസ്പിറേഷനാണ്. നമ്മുടെ സീ കുക്കുംബറിൽ കാണപ്പെടുന്ന വെറൈറ്റി സ്ട്രക്ചർ ഓഫ് റെസ്പിറേഷനാണ് റെസ്പിറേറ്ററി ട്രീ എന്ന് പറയുന്നത്. ഇത് ഡൗട്ടുള്ളവർ ഈ സ്ക്രീനിൽ കാണുന്നത് സ്ക്രീൻഷോട്ട് എടുത്ത് സൂക്ഷിച്ച് പഠിക്കാവുന്നതാണ്. ഇറ്റ് ഈസ് ദ വെറൈറ്റി സ്ട്രക്ചർ ഓഫ് റെസ്പിറേഷൻ സീൻ ഇൻ സീ കുക്കുംബർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ വാട്ട് ഈസ് പെഡിസലേറിയ എന്നൊരു ചോദ്യം വരാം. ഇതെന്ന് പറയുമ്പോൾ സ്പെഷ്യലൈസ്ഡ് പിക്സർ ഷേപ്ഡ് സ്ട്രക്ചറാണ്. ഒരു പിക്സർ ഷേപ്ഡ് സ്ട്രക്ചറിനെയാണ് പെഡിസലേറിയ എന്ന് പറയുന്നത്. വേറൊന്നുമില്ല, ഒരു പിക്സർ ഷേപ്ഡ് സ്ട്രക്ചർ, അതാണ് പെഡിസലേറിയ എന്ന് പറയുന്നത്. നെക്സ്റ്റ് തേർഡ് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് സ്പൈക്യൂൾസ്. സ്പൈക്യൂൾസ് എന്താണെന്നൊരു ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ സ്പൈക്യൂൾസ് എന്ന് പറയുമ്പോൾ അറിയാം, നമ്മുടെ മോസ്റ്റ് ഓഫ് സ്പോഞ്ചസിൽ കാണപ്പെടുന്ന ഒരു സ്ട്രക്ചറൽ എലമെൻ്റ് ആണ് സ്പൈക്യൂൾസ് എന്ന് പറയുന്നത്. സ്ട്രക്ചറൽ എലമെൻറ്റ്സ് സീൻ ഇൻ എന്താണ് മോസ്റ്റ് ഓഫ് ദി സ്പോഞ്ചസ്. നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ് അസീലോമേറ്റ്സ്. അനിമൽസ് വിത്തൗട്ട് എ ബോഡി ക്യാവിറ്റിയാണ് അസീലോമേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പം ഈ 4 ക്വസ്റ്റ്യൻസ് ആണ് ഫസ്റ്റ് പേജിലുള്ളത്. എന്താണ് റെസ്പിറേറ്ററി ട്രീ, എന്താണ് പെഡിസലേറിയ, എന്താണ് അസീലോമേറ്റ്സ്, എന്താണ് സ്പൈക്യൂൾസ്. ഇതൊക്കെ 1 മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ മുന്നേ നമ്മൾ ഒരു സെറ്റ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്തു. ഇത് അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് നെക്സ്റ്റ് സെറ്റാണ്. അത് കാണാത്തവരുണ്ടെങ്കിൽ അതെടുത്ത് നോക്കാം. ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് വൈ ലിമുലസ് ഈസ് കാൾഡ് എ ലിവിങ് ഫോസിൽ. നമ്മൾ ലിമുലസ് പറഞ്ഞു. ലിമുലസ് തന്നെ 4 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ലിമുലസിനെ കിങ് ക്രാബ് എന്നാണ് പറയുന്നത്. ആ കിങ് ക്രാബ് അല്ലെങ്കിൽ ലിമുലസ് എന്തുകൊണ്ടാണ് ഒരു ലിവിങ് ഫോസിൽ എന്നറിയപ്പെടുന്നത് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസറാണ് ഞാൻ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് നമ്മുടെ ലിമുലസ് അല്ലെങ്കിൽ കിങ് ക്രാബിൽ അവരുടെ ആൻസിസ്റ്റേഴ്സിൽ നിന്ന് ഒരു സ്മാൾ ചേഞ്ച് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ, ഒരു ലിറ്റിൽ ചേഞ്ച്. ബാക്കി അവർ 200 മില്യൺ ഇയേഴ്സ് ഒറിജിനാണ്. അതായത് അവ 200 മില്യൺ ഇയേഴ്സ് മുന്നേ ഉള്ള ആൻസിസ്റ്റേഴ്സിൻ്റെ അതേ ഇത് തന്നെ കാണിക്കുകയാണ്. അതിൽ നിന്നൊരു സ്മാൾ ചേഞ്ച് മാത്രമേ വരുന്നുള്ളൂ. അതുകൊണ്ടാണ് അവയെ ലിവിങ് ഫോസിൽ എന്ന് പറയുന്നത്. അതായത് 200 വർഷം പഴക്കമുള്ള അത് ഡിറ്റർമിൻ ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ലിമുലസിനെ നമുക്ക് കണക്കാക്കാൻ പറ്റും. അപ്പോൾ അവരുടെ ആൻസിസ്റ്റേഴ്സിൻ്റെ അതേ ഫീച്ചർ തന്നെയാണ് അവർക്കുള്ളത്. യാതൊരു വിധത്തിലുള്ള ഡിഫറൻസും ഇല്ല. അതുകൊണ്ടാണ് ലിമുലസിനെ ലിവിങ് ഫോസിൽ എന്ന് വിളിക്കാൻ കാരണം. നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ സ്ട്രിങ്ങിങ് അപ്പാരറ്റസ് ഓഫ് സ്കോർപ്പിയോൺ ആണ് പറയാൻ പോകുന്നത്. അറിയാമല്ലോ, ലിമുലസും സ്കോർപ്പിയോണും ഒക്കെ നമ്മുടെ ആർത്രോപോഡ എന്ന് പറയുന്ന ചാപ്റ്ററിന് ഇമ്പോർട്ടൻ്റ് ആണ്, അതിൽ വരുന്നതാണ്. അപ്പോൾ സ്ട്രിങ്ങിങ് അപ്പാരറ്റസ് ഓഫ് സ്കോർപ്പിയോണിൻ്റെ സ്ട്രിങ്ങിങ് അപ്പാരറ്റസ് എന്താണ് എന്നൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ചോദിച്ചാൽ നമുക്ക് എഴുതാനുള്ള ആൻസറാണ് ഞാൻ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് നമ്മുടെ സ്കോർപ്പിയോണിൻ്റെ ടെയിലിൻ്റെ എൻഡിലാണ് ഒരു കർവ് ഷേപ്പിൽ കാണപ്പെടുന്ന എന്താണ് ഈ സ്ട്രിങ്ങിങ് അപ്പാരറ്റസ് കാണപ്പെടുന്നത്. സ്കോർപ്പിയോണിൻ്റെ ടെയിലിൻ്റെ എൻഡ് ഭാഗത്ത് അറ്റാച്ച് ചെയ്ത് കർവ് ഷേപ്പിലാണ് കാണപ്പെടുന്നത്. ഇതിനെ ടെൽസൺ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. അതായത് നമ്മുടെ ഈ സ്ട്രിങ്ങിങ് അപ്പാരറ്റസിനെ വിളിക്കുന്ന പേരാണ് ടെൽസൺ എന്ന്. അതൊന്ന് ഓർത്ത് വെച്ചേക്കണം. നെക്സ്റ്റ് ഇത് ഹെൽപ്പ് എന്തിനാണിത് യൂസ് ചെയ്യുന്നതെന്നാണ്. അതായത് അവരുടെ ഇരയെ ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് അതിനെ കില്ല് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇത് ഹെൽപ്പ് ചെയ്യുന്നത്. നമ്മുടെ ഇരേനെ, അതായത് ഇവർക്ക് ഫുഡായിട്ട് കഴിക്കാനുള്ള ഇരേനെ അതിൻ്റെ ഫ്രണ്ട് ക്ലോ യൂസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് നിർത്തുകയും സ്റ്റിങ് ചെയ്യുകയും ചെയ്യുന്നു. ഇവിടെയാണ് നമ്മുടെ വെനം, അതായത് സ്കോർപ്പിയോണിൻ്റെ വിഷമൊക്കെ ഈ സ്ട്രിങ്ങിങ് പൊസിഷനിലാണ് സൂക്ഷിച്ചു വച്ചിരിക്കുന്നത്. അപ്പോൾ അത് യൂസ് ചെയ്ത് ഇരയെ കൊല്ലാനും അവയെ ഭക്ഷിക്കുന്നതിനും വേണ്ടിയാണ് ഈ സ്കോർപ്പിയോണിൻ്റെ സ്ട്രിങ്ങിങ് അപ്പാരറ്റസ് ഹെൽപ്പ് ചെയ്യുന്നത്. ഇതിനെ ടെൽസൺ എന്ന് വിളിക്കും, ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ഇതാണ് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ എഴുതാനുള്ള ആൻസർ. ഇതെല്ലാം 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്, അത് ഓർത്ത് വെച്ചേക്കുക. നെക്സ്റ്റ് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ എർത്ത് വാമിനെ എന്തുകൊണ്ടാണ് ഫാമേഴ്സിൻ്റെ ഫ്രണ്ട് എന്ന് വിശേഷിപ്പിക്കുന്നത്. അത് അറിയാമല്ലോ. എർത്ത് വാം എന്ന് പറയുമ്പോഴേ നമുക്കറിയാം, നമ്മൾ കുഞ്ഞിലെ മുതലേ കേട്ടിട്ടുള്ളതാണ്. നമ്മുടെ എർത്ത് വാം എന്ന് പറയുന്നത് ഈ സോയിലിൽ ബെറോസൊക്കെ ക്രിയേറ്റ് ചെയ്യുക, അതായത് കുഴികളൊക്കെ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ അത് ഡെവലപ്പിംഗ് പ്ലാന്റ്സിൻ്റെ റൂട്ട്സിനൊക്കെ റെസ്പിറേഷന് ഒരുപാട് ഹെൽപ്പ് ചെയ്യും.
അതുകൊണ്ടാണ് നമ്മുടെ എർത്ത് വാമിനെ ഫ്രണ്ട് ഫാമേഴ്സ് എന്ന് വിളിക്കുന്നത്, അതായത് ഫാമേഴ്സിൻ്റെ ഫ്രണ്ട്സ് എന്ന് വിളിക്കുന്നത്. അതുമാത്രമല്ല ഇവ ഡീകമ്പോസിഷന് ഹെൽപ്പ് ചെയ്യും, ന്യൂട്രിയൻ സൈക്കിൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ സോയിലുണ്ടാകുന്ന സോയിൽ ബോൺ ഡിസീസസ് ഡിക്രീസ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യും. ഇതിനെല്ലാം ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ട് ഫാമേഴ്സിൻ്റെ ഫ്രണ്ട് എന്നാണ് എർത്ത് വാമിനെ വിശേഷിപ്പിക്കുന്നത്. അപ്പം എർത്ത് വാമും നിങ്ങൾ നന്നായി നോക്കി വെച്ചേക്കേണ്ട ഒരു ടോപ്പിക്കാണ്. കാരണം ക്വസ്റ്റ്യൻസ് ഒക്കെ അവിടെ നിന്ന് വരാൻ ചാൻസ് ഉണ്ട്. അതൊരു എക്കണോമിക്കൽ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു വോമാണ്, അതുകൊണ്ട് അവിടെ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നോക്കി വെച്ചേക്കുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരുപാട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് നമ്മുടെ ലീച്ചിൻ്റെ പാരസൈറ്റിക് അഡാപ്റ്റേഷൻ, വാട്ട് ഈസ് ദ പാരസൈറ്റിക് അഡാപ്റ്റേഷൻ അല്ലെങ്കിൽ ഫീഡിങ് അഡാപ്റ്റേഷൻ ഓഫ് ലീച്ച് എന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ചോദിച്ചാൽ എഴുതാനുള്ള ആൻസേഴ്സാണ് ഞാൻ സ്ക്രീനിൽ ചോദിച്ചിരിക്കുന്നത്. ഇത് ചിലപ്പോൾ 2 മാർക്ക് അല്ലെങ്കിൽ ചിലപ്പോൾ 4 മാർക്കിന് ചോദിക്കാം. നമ്മുടെ ടെക്സ്റ്റിൽ പേജ് നമ്പർ 98 ആ ലാസ്റ്റ് പാരഗ്രാഫ് ഫുള്ള് വേണം പാരസൈറ്റിക് അഡാപ്റ്റേഷൻ ചോദിക്കുകയാണെങ്കിൽ എഴുതാനുള്ളത്. അതായത് വെർട്ടബ്രേറ്റ്സിൽ നിന്ന് ബ്ലഡ് സക്ക് ചെയ്യുന്നതാണ് ലീച്ചിൻ്റെ വെറൈറ്റി മോഡ് ഓഫ് പാരസൈറ്റിക് ലൈഫ് എന്ന് പറയുന്നത്. ലീച്ചിൻ്റെ സലൈവറിയിൽ ഹെറിഡിൻ എന്ന് പറയുന്നൊരു ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഹെറിഡിൻ എന്ന് പറയുന്നത് ബ്ലഡിനെ കൊയാഗുലേറ്റ് ചെയ്യുന്നില്ല, അതായത് കട്ട പിടിപ്പിക്കുന്നില്ല. ഇതിന് അതുപോലെ തന്നെ ഇതിൻ്റെ മൗത്തിന് ഇൻസൈഡായിട്ട് 3 ജാസ് ഉണ്ട്. ഇത് പെയിൻലെസ് ആയിട്ടുള്ള ഒരു വൈ ഷേപ്പ്ഡ് വോണ്ട്, അതായത് ഒരു മുറിവ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതുവഴിയാണ് ബ്ലഡ് സക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇത് ഒരു പ്രാവശ്യം ഇൻജസ്റ്റ് ചെയ്താൽ അതിൻ്റെ ബോഡി വെയ്റ്റിന് 5 ടൈംസ് ഈക്വൽ ആയിട്ടുള്ള ബ്ലഡ് അത് ഫീഡ് ചെയ്യുന്നുണ്ട്. ഒറ്റ സിംഗിൾ മെയിലിൽ തന്നെ അതിൻ്റെ ബോഡി വെയ്റ്റിനേക്കാൾ 5 ടൈംസ് കൂടുതലുള്ള ബ്ലഡാണ് അത് യൂസ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ലീച്ചിൻ്റെ പാരസൈറ്റിക് അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്.